മലനിരകളുടെ നീണ്ട നീളുകളിൽ ഒളിഞ്ഞു നിന്നിരുന്നൊരു ദേശമുണ്ടായിരുന്നു. അതിന്റെ പേര് ചന്ദ്രകാന്തം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ചന്ദ്രന്റെ മൃദുല പ്രഭയെന്ന പോലെ ഒരു ശാന്തത മനസ്സിൽ ഉറങ്ങിയിരുന്നു. പുലരിയുടെ ആദ്യ കിരണം പോലും ആദ്യം സ്പർശിക്കാൻ ആഗ്രഹിച്ചിരുന്നു കൊട്ടാരം അവിടെ നിലകൊണ്ടിരുന്നു. കറുത്ത കല്ലുകൊണ്ട് പണിത അതിന്റെ മതിലുകൾ കാലത്തിന്റെയും കാറ്റിനെയും മഴയെയും തരണം ചെയ്ത് അഭിമാനത്തോടെ ഉയർന്നു നിന്നു. രാത്രിയിൽ പൂർണ്ണചന്ദ്രന്റെ വെളിച്ചം പതിക്കുമ്പോൾ കൊട്ടാരത്തിന്റെ ഗോപുരങ്ങൾ വെള്ളമണിയായി തിളങ്ങും. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന് ചന്ദ്രകാന്തം എന്ന പേര് ലഭിച്ചു എന്നാണ് പഴമക്കാർ പറയുന്നത്. ചുറ്റുമെല്ലാം പരന്ന പച്ചപ്പും താമരപ്പൂക്കൾ നിറഞ്ഞ തടാകങ്ങളും രാജപാതകളിലൂടെ കുതിച്ചോടുന്ന കുതിരകളുടെ ശബ്ദവും ചേർന്ന് ആ ദേശത്തെ ജീവൻ കൊണ്ട് നിറച്ചിരുന്നു. ചന്ദ്രകാന്തത്തിന്റെ മണ്ണിൽ വീഴുന്ന ഓരോ മഴ തുള്ളിയും അനുഗ്രഹമായിരുന്നു. അവിടുത്തെ ജനങ്ങൾ ധൈര്യത്തിലും വിശ്വാസത്തിലും സമ്പന്നരായിരുന്നു. കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് നിലകൊണ്ടിരുന്ന പഴയ അരയാൽ മരം രാജവംശത്തിന്റെ അനവധി രഹസ്യങ്ങൾക്ക് സാക്ഷിയായിരുന്നു. അതിന്റെ തണലിൽ രാജാക്കന്മാർ നീതിയും യുദ്ധവും പ്രണയവും വിധിച്ചിരുന്നു. എന്നാൽ ആ ഭംഗിയുടെ അഭിമാനത്തിന്റെയും പിന്നിൽ മറിഞ്ഞുകിടന്ന ഒരു രഹസ്യമുണ്ടാണ്. ചന്ദ്രകാന്തത്തിന്റെ വെളിച്ചം പോലെ തന്നെ ശീതളവും അതിന്റെ ഇരുട്ടുപോലെ തന്നെ ഭയപ്പെടുന്നതുമായ ഒരു രഹസ്യം. ആ രഹസ്യമാണ് ഈ കഥയുടെ ഹൃദയം. അമ്മേ, എന്താണ് ഈ ചുമ ഇങ്ങനെ കഠിനം? അമ്മ എന്നും ഭക്ഷണം കഴിച്ചില്ലേ? അയ്യോ മോളെ, നീ വന്നോ? ഒന്നുമില്ല കുഞ്ഞെ, ചെറിയ ചുമ മാത്രം. ഭക്ഷണം പിന്നെ കഴിച്ചോളാം. ഇപ്പൊ കൊട്ടാരത്തിൽ ചെല്ലേണ്ട സമയമായി. ജോലികൾ കാത്തിരിക്കുകയാണ്. അമ്മേ, ഇതെന്ത് വാക്കാണ്? വയ്യാതിരിക്കുമ്പോഴും കൊട്ടാരത്തിലേക്ക് പോകണമെന്നോ? ശരീരം താങ്ങാതെ നിൽക്കുമ്പോൾ പോലും ജോലിയെക്കുറിച്ച് ഓർക്കുന്നുവോ? ത്രേസി മകളെ, നമ്മൾ പാവങ്ങളാണ്. കൊട്ടാരത്തിലെ ജോലി നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധവുമാണ്. ഇന്ന് ഞാൻ പോകാതിരുന്നാൽ നാളെ ശാസന വരും. ശാസന വരട്ടെ അമ്മേ. എൻ്റെ അമ്മയുടെ ആരോഗ്യത്തെക്കാൾ വലിയ ശാസന എന്ത്? ഇന്ന് ഞാൻ പോകാം കൊട്ടാരത്തിലേക്ക്. അമ്മ വിശ്രമിക്കണം. അയ്യോ ഇല്ല മകളെ, നീ ഇനിയും ചെറുപ്പം. അവിടുത്തെ ജോലി നിനക്ക് ബുദ്ധിമുട്ടാകും. അമ്മ, എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊന്നും തന്നെ ബുദ്ധിമുട്ടില്ല. ഞാൻ പോയിക്കോളാം. അമ്മ ഇവിടെ വിശ്രമിച്ചാലും. ഞാൻ പറയുന്നത് നീ കേൾക്കാറില്ലല്ലോ. ശരി മകളെ, നീ പറയുന്നത് പോലെ ചെയ്യൂ. പക്ഷെ സൂക്ഷിക്കണം. ദൈവം നിന്നെ കാക്കട്ടെ. അമ്മ ആശങ്കപ്പെടണ്ട, വേഗം തിരിച്ചു വരാം. അതിനുള്ളിൽ തന്ന ഭക്ഷണം കഴിച്ചിരിക്കണം കേട്ടോ. ഉത്തരവ് പോലെ പ്രേസി ദേവി. ഈശ്വര, ശരീരം ആസകലം വേദനയാണല്ലോ. ഭഗീരഥിയമ്മേ, എന്തു പറ്റി? വൈദ്യനെ കണ്ട് മരുന്ന് വാങ്ങിച്ചിരുന്നുവോ? അയ്യോ മോളെ, എവിടെ പണം? കയ്യിലൊരു നാണയവുമില്ല. ചുമയും വേദനയും സഹിച്ചിരിക്കുകയാണ്. അമ്മേ, ഇതെന്ത് വാക്ക്? ഇങ്ങനെ വേദന സഹിക്കേണ്ടതുണ്ടോ? ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചു തരാം. ഇല്ല മോളെ,
നിനക്ക് തന്നെ വീട്ടിൽ കഷ്ടം. എന്റെ കാര്യം നീ ചിന്തിക്കേണ്ട. വാർദ്ധക്യം ഒരുപാടായില്ലേ, മരണത്തിന്റെ ലക്ഷണങ്ങളാവും ഇതെല്ലാം. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഇവിടെ നിന്ന് അമ്മയെ പറഞ്ഞയക്കാൻ പോകുന്നില്ല. അമ്മേ, കഷ്ടമുള്ളവർക്കാണ് ഒരുത്തരെ സഹായിക്കേണ്ടത്. ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവരാം. അമ്മ ഒന്നിനെ പറ്റി ആലോചിച്ച് ആശങ്കപ്പെടേണ്ട. മക്കളില്ലാത്ത വിഷമം ഈ അമ്മയ്ക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ നീയുള്ള കാരണം ആ വിഷമം ഞാൻ അനുഭവിക്കാറേയില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. നിന്റെ ഹൃദയം പൊന്നാണ്. എന്നാ ശരി, ഞാൻ വേഗം പോട്ടെ. കൊട്ടാരത്തിലേക്ക് എത്തേണ്ട അത്യാവശ്യമുണ്ട്. ചെല്ല്. ആ പ്രേസി, എവിടേക്കാണ് ഇങ്ങനെ അടിയന്തരമായി? കൊട്ടാരത്തിലേക്കാണ്. അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ ഞാൻ കരുതി ഞാൻ പോകാമെന്ന്. അതെയോ, വൈദ്യരെ കാട്ടിയില്ലേ നീ? കാണിച്ചതാണ്. പക്ഷെ അമ്മ എന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. സ്വന്തം കാര്യം നോക്കാൻ നേരമില്ല. ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നീ മറക്കണ്ട. അറിയാം, പറയാനല്ലേ പറ്റൂ. നീ കൊട്ടാരത്തിലേക്ക് പോയാൽ നമ്മൾ വിചാരിച്ചതുപോലെ പഴത്തോട്ടത്തിലേക്ക് പോകാൻ സാധിക്കുമോ? ഇന്ന് തോട്ടത്തിൽ പോയി പഴവർഗ്ഗങ്ങൾ പറിക്കാമെന്ന് നീ പറഞ്ഞതല്ലേ? മാധവി, ഞാൻ കൊട്ടാരത്തിൽ നിന്നും വേഗം തിരിച്ചു വരാൻ ശ്രമിക്കാം. അമ്മയെ നോക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. എന്നാൽ ഞാൻ പോവട്ടെ. ഞാൻ കാത്തിരിക്കും. ശ്രദ്ധിച്ചു പോവുക. ശ്രേയസി, നീ എന്താണ് ഇവിടെ? ദേവകിയമ്മ എവിടെ? അമ്മയ്ക്ക് ചെറിയൊരു അസുഖം, അതിനാൽ ഞാൻ വന്നിരിക്കുന്നു. അമ്മ വിശ്രമിക്കുകയാണ്. അങ്ങനെയോ? ദേവകിയമ്മ നല്ല സ്ത്രീയാണ്, പക്ഷേ അവർ ശരീരം നോക്കാതെയാണ് ജോലി ചെയ്യുന്നത്. നീ ഇനി കൂടുതൽ അമ്മയെ ശ്രദ്ധിക്കണം. തീർച്ചയായും. റാണിയകത്തുണ്ട്, കയറി ചെന്ന് കണ്ടാലോ? ശരിയെങ്കിൽ. കണ്ടുപിടിച്ചാലും ആരാണ് നാം? കുമാരി. ഓ, അപ്പോൾ നമ്മെ ഓർമ്മയുണ്ട്. അതെന്താ കുമാരി ഓർമ്മയില്ലാതിരിക്കാൻ? അവിടെ നിന്നെ ഞാൻ മറന്നിട്ട് വേണ്ടേ? അപ്പോൾ ഇത്ര നാളും എന്തുകൊണ്ട് വരാതിരുന്നത്? എപ്പോഴും ദേവികയമ്മ തന്നെയല്ലേ വരാറ്? ഇടയ്ക്കൊക്കെ എന്നെ കാണാൻ നിനക്ക് വന്നുകൂടെ? അത് പിന്നെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിലും ഇഷ്ടമുള്ളവരൊന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണല്ലോ വരാത്തത്. അയ്യോ, അങ്ങനെയല്ല. ഒരുപാട് കഷ്ടപ്പെടണ്ട, നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പ്രേസി, മകളെ ഇവിടേക്ക് വാ കുഞ്ഞെ. റാണിയമ്മേ, ഇതൊരുപാടായല്ലോ കുഞ്ഞെ കണ്ടിട്ട്. ഇതെവിടെയായിരുന്നു? അല്ല, ദേവകിയമ്മ എന്തേ? റാണിയമ്മേ, അമ്മയ്ക്ക് വയ്യ. ചെറിയ അസുഖം ബാധിച്ചു, അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നു. അയ്യോ, ദേവകിയമ്മയ്ക്ക് വയ്യായോ? അതെങ്ങനാ? അവളെപ്പോഴും ആരോഗ്യത്തെ വകവെക്കാതല്ലേ ജോലി ചെയ്യുന്നത്. കുഞ്ഞെന്നിട്ട് വൈദ്യനെ കാണിച്ചുവോ? കാണിച്ചിരുന്നു. പണമില്ലാത്തതിനാൽ അധികം മരുന്നുകളൊന്നും വാങ്ങിക്കാൻ സാധിച്ചില്ല. ഇതെന്ത് വാക്ക്? കൊട്ടാരത്തിന്റെ വിശ്വസ്തയായ സ്ത്രീയാണ് അവൾ. രാജവൈദ്യന്റെ മരുന്ന് നാം തന്നെ നിനക്ക് അയച്ചു തരട്ടെ. നിനക്കൊരു ബുദ്ധിമുട്ടും വരരുത്. റാണിയമ്മേ, അരുത്, അത് വേണ്ട. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നോക്കാം. റാണിയമ്മ ബുദ്ധിമുട്ടേണ്ടതില്ല. പ്രേസി മകളെ, ഇത് ബുദ്ധിമുട്ടല്ല. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വയ്യെങ്കിൽ സഹായിക്കുക കടമയല്ലേ? നീ നിരസിക്കരുത്. ഇതെന്റെ ആജ്ഞയാണ്. റാണിയമ്മേ, നിങ്ങളുടെ കരുണയ്ക്ക് നന്ദി. ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ തന്നെ. ഇപ്പോൾ നീ മേലത്തെ അറയിൽ ചെല്ലു. ആ മുറി ഒന്ന് വൃത്തിയാക്കണം. ശ്രദ്ധയോടെ ചെയ്യുക. റാണിയമ്മയുടെ കൽപ്പന പോലെ. കാണുന്നുവോ? റാണിക്ക് മറ്റുള്ളവരെക്കാൾ വിശ്വാസം അവരെയാണ്. പള്ളിയറയിൽ പോലും അവരെ മാത്രമേ കയറ്റുകയുള്ളൂ. അതെന്ത് നീതി? നമ്മളെക്കാൾ താഴ്ന്ന ജാതിയായിട്ടും അവരെങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുന്നു? റാണി വന്നതു മുതലാണ് ഇത്തരം ഒരു ആചാരം തുടങ്ങിയത്. ആർക്കറിയാം, രാജാവുമായി ചിലപ്പോൾ ദേവകിക്ക് അടുപ്പമുണ്ടാവുമെന്ന്. അതുകൊണ്ടാവാം ഇത്തരമൊരു കരുണ. ചിലപ്പോൾ അവർ കിടക്ക പങ്കിടുന്നുണ്ടാവാം. എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? എനിക്കിതുപോലെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അതെന്നെ. അങ്ങനെയൊന്നും പറയരുത്. ആരെങ്കിലും കേട്ടാൽ നമുക്ക് തന്നെ ദുരന്തമാക്കും. വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഈ കൊട്ടാരത്തിന് വെളിയിലും ഈ നാടിന് വെളിയിലും പോകേണ്ടി വരും നമ്മൾ. വന്നാലും ഇവിടെ എന്ത് നിൽക്കുന്നു നീ? വേഗം വരൂ. എല്ലാവരും അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ പോകണം. വൈകിയാൽ അവസരം കിട്ടില്ല. അങ്ങനെയോ? ഞാൻ വരുന്നു. വേഗം പോകാം, അല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല.
എല്ലാവരും എന്താ ഇത്ര ധൃതിയിൽ ഓടുന്നത്? അതേ ഒന്ന് നിൽക്കൂ. എന്താണ്? അതല്ല, എവിടേക്ക് എല്ലാവരും ഇത്ര ധൃതിയിൽ? ആ പ്രേസി, നീ ഇത് അറിഞ്ഞില്ലേ? ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് കുമാരൻ വരികയാണ്. കേൾപ്പിൻ കേൾപ്പിൻ രാജവാസികളെ, ചെവി കൊടുക്കുവിൻ. സകല വിദ്യകളിലും പ്രാവീണ്യം നേടിയ ഗുരുകുല വിദ്യാഭ്യാസം സമാപിച്ചു. ധർമ്മത്തിലും കൗര്യത്തിലും ശിരോമണിയായ രാജാതിരാജൻ വീരാധിവീരൻ കുമാരൻ മഹാരുദ്രദേവൻ ഇതാ സ്വരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടും ഒരു നിമിഷം പോലും എന്നെ നോക്കിയില്ല. എന്തായാലും ഞാൻ ആരാണ്? ഒരു സാധാരണ വേലക്കാരിയുടെ മകൾ. അദ്ദേഹത്തിന് എന്നെ ഓർമ്മ കാണുമെന്ന് വിചാരിച്ചത് എന്റെ മണ്ടത്തരം. എങ്ങോട്ടാണ് പോകുന്നത് ദേവി? കുമാര, ഞാൻ കുമാരനല്ല, ദേവൻ, നിന്റെ മാത്രം ദേവൻ. ഇത്രയും വേഗം ധൃതിയിൽ എങ്ങോട്ടാ പോകുന്നത്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടും. കണ്ടിരുന്നെങ്കിൽ ഒരു നിമിഷമെങ്കിലും നോക്കിയേനെ. ഞാനവിടെ നിന്നിരുന്നു, പക്ഷേ ദേവന്റെ കണ്ണ് എങ്ങും തിരിഞ്ഞില്ല. അങ്ങനെയോ നീ വിചാരിച്ചത്? അല്ലാതെ എന്ത്? ഇത്രയും കാലം ഗുരുകുലത്തിലായിരുന്നു, തിരിച്ചു വന്നിട്ട് എന്നെ കാണാൻ പോലും വന്നില്ല, ഒരു സന്ദേശം പോലും ഇല്ല. ആരാണ് പറഞ്ഞത് ഞാൻ വന്നില്ലെന്ന്? അപ്പോൾ വന്നിരുന്നുവോ? വന്നിരുന്നു, നിനക്ക് വേണ്ടി മാത്രം. വന്നു, കണ്ടു, മടങ്ങി. അതെങ്ങനെ? പക്ഷെ ഞാൻ കണ്ടില്ലല്ലോ. നീ എന്നെ കാണാതെ പോയതുകൊണ്ട് ഞാൻ വന്നില്ലെന്ന് പറയാനാകുമോ? ഞാൻ കരുതി എന്നെ മറന്നു കാണുമെന്ന്. നിന്നെ ഞാൻ മറക്കാനോ? നിന്റെ നിഴല് പോലും എനിക്ക് പരിചിതമാണ്. ഗുരുകുലത്തിലെ ഓരോ ദിവസവും ഈ കൊട്ടാരത്തെക്കാൾ, ഈ രാജ്യത്തെക്കാൾ ഒരു മുഖം മാത്രമാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നെങ്കിലും ഒരു നോട്ടം കൊടുത്തേനെ. ആ നോട്ടം ഞാൻ ഇപ്പോൾ കൊടുക്കുന്നു, ഇത്രയും വർഷം സൂക്ഷിച്ചു വെച്ചത്. അയ്യോ, കുമാരി വിളിക്കുന്നു. ദേവ, നാം മടങ്ങട്ടെ. എന്നാലും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. എന്താ? നമ്മൾ കണ്ടുമുട്ടാറുള്ള പഴയ സ്ഥലത്തോട്ട് നീ വരണം. വരാം. നിങ്ങളിവിടെ നിൽക്കൂ. കുമാരന്റെ ആജ്ഞ പോലെ. നിശാമുദ്ര, കുമാരനെ തനിച്ച് കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് ശരിയല്ലല്ലോ. അത് കുമാരന്റെ സുഹൃത്തുക്കൾ കുമാരനെ പോലെ രാജകുടുംബത്തിൽപ്പെട്ടവരല്ല, സാധാരണ ജനങ്ങൾ. അതിനാലാണ് നമ്മളെ കൂടെ കൂട്ടാതെ കുമാരൻ ഒറ്റയ്ക്ക് പോകുന്നത്. അവരുടെ ഇടയിൽ രാജകീയ ഭടന്മാരുടെ നിഴൽ പോലും കുമാരന് വേണ്ടായിരിക്കും. അങ്ങനെയോ? ഇപ്പോൾ കാര്യം മനസ്സിലായി. കുമാരന്റെ ഹൃദയം രാജകീയതയേക്കാൾ സൗഹൃദത്തെ വിലമതിക്കുന്നതാണെന്ന് തോന്നുന്നു. അതെ. അയ്യോ, ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ. ദൈവം പറഞ്ഞത് കാത്തിരിക്കുക തന്നെയല്ലേ. അപ്പോൾ എവിടെ പോയിട്ടുണ്ടാവും ഇപ്പോൾ? അല്ലെങ്കിൽ എന്നെ മറന്നു കാണുമോ? അതായിരിക്കും. രാജകുമാരനല്ലേ, കൊട്ടാരത്തിൽ എത്ര കാര്യങ്ങളുണ്ടാക്കും. ഇവിടെ കാട്ടിൽ കാത്തിരിക്കുന്ന പ്രേയസിയെ ആരാണ് ഓർക്കുക? പക്ഷേ
ഒരിക്കൽ പറഞ്ഞ വാക്ക് പാലിക്കേണ്ടതല്ലേ? ഞാനിവിടെ ഇരുന്ന് എത്ര നേരമായി കൊതുകിന് ഭക്ഷണമാകുന്നു. ദേവൻ അവിടെ സുഖമായി നടക്കുമായിരിക്കും. വന്നാലും ഞാൻ സംസാരിക്കില്ല. പക്ഷേ വന്നിട്ട് ദേവി എന്ന് വിളിച്ചാൽ അപ്പോൾ എന്തു ചെയ്യും ഞാൻ? അയ്യോ, ഞാൻ തന്നെ എന്തൊരു വിഡ്ഢിയാണ്. ഇത്രയും വില കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന ഒരു രാജകുമാരനെ കാത്തിരിക്കുന്ന മണ്ടത്തരം നോക്കൂ. ഇനി ഇങ്ങോട്ട് വരട്ടെ, കുറച്ചേറെ ശകാരിക്കണം. അങ്ങനെയാണോ? എന്നെ ശകാരിക്കാനാണോ ഇത്ര നേരം കാത്തിരുന്നത്? ദേവ, ഞാൻ അങ്ങനെ ഒന്നും. ഓ, അതെന്റെ ദേവിയല്ല പറഞ്ഞത്. വന്ന് ശകാരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ചിലപ്പോൾ അത് കാറ്റായിരിക്കും അല്ലേ? ദേവ, ഞാൻ തമാശയായി പറഞ്ഞതാണ്. ദേവൻ കേൾക്കൂ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയുമായിരുന്നില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ മാറിയിട്ടില്ല ദേവി. നിന്നെ ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ എന്റെ ഹൃദയം എന്താണ് പറയേണ്ടതെന്ന് മറന്നു പോവുകയാണ്. കുമാര, അങ്ങനെ പറയരുത്. ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ്. അത് തന്നെയാണ് നിന്റെ സൗന്ദര്യം. കൊട്ടാരത്തിൽ ഞാൻ കാണുന്നവരെല്ലാവരും രാജകീയമായവരാണ്. പക്ഷെ എന്റെ ഹൃദയം ഓർക്കുന്നത് ഒരു പെൺകുട്ടിയുടെ മുഖം മാത്രം. അത് നീയാണ് ദേവി. പക്ഷെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാവി രാജാവാണ്. ഞാൻ ദേവി, നീ അത് പറയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് നീ വേലക്കാരിയുടെ മകളായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ ഹൃദയം തിരഞ്ഞെടുത്ത എന്റെ പാതിയാണ് നീ. ഗുരുകുലത്തിലെ ഓരോ ദിവസവും ഈ കാട്ടിനെയും ഈ കല്ലിനെയും ഈ വഴിയെയും ഞാൻ ഓർക്കുന്നു. കാരണം ഇവിടെ നീ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നേരം കാത്തിരുത്തിയത് എന്തിനാണ്? നീ ഇങ്ങനെ എന്നെ കുറിച്ച് പരിഭവങ്ങളും പരാതികളും സംസാരിക്കുന്നത് കേൾക്കാൻ. അപ്പോൾ എന്നെ കോപിപ്പിച്ചത് നിങ്ങൾക്ക് രസിക്കാനായിരുന്നു. തീർച്ചയായും. ദേവി, കോപിക്കാതെ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരേ ഒരു കാര്യമാണ്. എന്ത്? എന്റെ സ്നേഹം എവിടെയാണെന്ന്. ഇതിവിടെ തന്നെയാണ്. ഇനി ഇതിനെ ഞാൻ മറച്ചു വെക്കില്ല. എന്റെ ഹൃദയം മുഴുവനും നിനക്കാണ്. ദേവ, നമുക്ക് ലജ്ജ വരുന്നു. മതി, നിർത്തൂ. സമയമേറെയായി. ഒരുപാട് വേലകൾ ഇനിയും ബാക്കിയുണ്ട്. അതെല്ലാം ചെയ്തു തീർക്കണം. കുമാരൻ കൊട്ടാരത്തിലേക്ക് മടങ്ങൂ. അവിടെ റാണിയമ്മയും അച്ഛനും കാത്തിരിപ്പുണ്ടാവും. നാം മടങ്ങുകയാണ്. പക്ഷെ നാളെ കൊട്ടാരത്തിൽ നീ വരണം. നാം നിന്നെ കാത്തിരിക്കും ദേവി. പ്രേയസി, നമുക്ക് പോവാം. മാധവി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്പസമയം മുന്നെയാണ് നാം എത്തിയത്. അപ്പോഴാണ് കുമാരനെ കണ്ടത്. അപ്പോൾ കുമാരൻ പോയതിനു ശേഷം വരാമെന്ന് കരുതി. പ്രേയസി, നാം പറയുന്നത് തെറ്റായി നീ എടുക്കരുത്. നമുക്ക് ഒരു സംശയം. എന്താണ്? നീ പറയൂ. നിനക്കറിയാലോ, രാജാക്കന്മാർ കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകളോട് സൗഹൃദം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പ്രണയമാവണമെന്നില്ല. ഒരുപക്ഷെ കാമശമനത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷെ കുമാരൻ അങ്ങനെയല്ല. അറിയാം. ഒരുപക്ഷെ അങ്ങനെ ആയിക്കൂടാ എന്നില്ലല്ലോ. നീ കുമാരനോട് സംസാരിക്കണം. നാം സംസാരിക്കാം. വരൂ, പഴവർഗ്ഗങ്ങൾ പറിക്കാം. ശരി. വന്നാലും മകനെ, ഇത്ര നാളുകൾക്ക് ശേഷം കൊട്ടാരത്തിന്റെ പടികൾ വീണ്ടും നിന്റെ കാൽ തൊടുന്നത് കണ്ടപ്പോൾ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. ഗുരുകുലത്തിലെ വിദ്യാഭ്യാസം സുഖകരമായിരുന്നോ? പിതാവെ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ വിദ്യകളും അഭ്യസിക്കാൻ കഴിഞ്ഞു. ധർമ്മശാസ്ത്രവും ധനുർവിദ്യയും വാൾപ്പയറ്റും എല്ലാം അവർ പഠിപ്പിച്ചു. പുത്ര രുദ്ര, എന്റെ മകനെ അവിടെ ആരും ബുദ്ധിമുട്ടിച്ചില്ലല്ലോ? ഭക്ഷണവും വിശ്രമവും എല്ലാം ശരിയായി കിട്ടിയിരുന്നുവോ? അമ്മ, ഗുരുകുലത്തിൽ രാജകുമാരന് പ്രത്യേക സൗകര്യങ്ങളൊന്നുമില്ല. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. അത് തന്നെയാണ് ശരിയായ വിദ്യാഭ്യാസം. രാജാവാകുന്നവൻ ആദ്യം ജനങ്ങളുടെ കഷ്ടം അറിയണം. ജ്യേഷ്ഠ, ഗുരുകുലത്തിൽ വായ്പയറ്റും കുതിര സവാരിയും എല്ലാം പഠിച്ചു എന്ന് കേട്ടു. പക്ഷെ ഒരു കാര്യം പറയൂ. എന്താണ്? അവിടെ ആരെങ്കിലും ശകാരിച്ച് ഓടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടത്തെ പോലെ എല്ലാവരോടും പുഞ്ചിരിച്ചു നടക്കുകയായിരുന്നോ? അവിടെ നിന്നെ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശാന്തമായി പഠിക്കാൻ കഴിഞ്ഞു. അയ്യോ, അപ്പൊ ഞാൻ ഇല്ലാത്തത് കൊണ്ടാണോ അവിടെ ജ്യേഷ്ഠന് ഇത്ര ശാന്തി? അങ്ങനെയല്ല, നീ ഇല്ലാത്തത് കൊണ്ടാണ് കൊട്ടാരം എത്ര ശബ്ദരഹിതമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ജ്യേഷ്ഠ, അപ്പൊ ജ്യേഷ്ഠൻ പറഞ്ഞു വരുന്നത് ഞാൻ ശബ്ദമുണ്ടാക്കുന്നവളാണെന്നോ? അത് നീ തന്നെയല്ലേ ഇപ്പോൾ തെളിയിച്ചത്. പിതാവേ, മാതാവേ, ജ്യേഷ്ഠന്റെ മടക്കി തിരികെ അയച്ചാലോ? മതി. ഇപ്പോൾ വന്ന ഉടനെ നിങ്ങൾ രണ്ടുപേരും പഴയ പോലെ വാദം തുടങ്ങി. അവരെ വിടൂ റാണിയെ. അവരുടെ ഈ കളിയൊക്കെയാണ് കൊട്ടാരത്തിനെ ജീവിപ്പിക്കുന്നത്.
ദേവനങ്ങനെ പറഞ്ഞാൽ മതിയുള്ളൂ. ഈ കൊട്ടാരവാസികളുടെ കണ്ണു വെട്ടിച്ച് നാം എങ്ങനെ ആ പള്ളിയറയിൽ കയറും? ആരും കാണാതെ വേഗം ചെല്ലു പ്രേസി. ദേവാ, അവിടുന്ന് എന്ത് ചിത്രമാണ് ഈ വരയ്ക്കുന്നത്? അരുത്, അവിടെ നിന്നാലും. അതെന്താ നാം വന്നാല്? നീ വരേണ്ട സമയമായിട്ടില്ല, അതുകൊണ്ട്. മനസ്സിലായില്ല. ഈ ചിത്രം നീ ഇപ്പോ കാണേണ്ട സമയമായിട്ടില്ല എന്ന്. ചിത്രം കാണാൻ സമയമൊക്കെ ഉണ്ടോ? എല്ലാ ചിത്രങ്ങൾക്കും ഇല്ല, പക്ഷെ നാം വരച്ച ചിത്രത്തിനും ഉണ്ട്. അതെന്താ അങ്ങനെ? കാരണം ഈ ചിത്രം ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ട് വരയ്ക്കുന്നതാണ്. അത് കാണുമ്പോൾ അതിന്റെ പൂർണ്ണതയിൽ അത് എത്തിയിരിക്കണം. പ്രത്യേകിച്ച് അത് ഞാൻ വരയ്ക്കുന്നത് എന്റെ ദേവിക്ക് വേണ്ടിയാകുമ്പോൾ. നമുക്ക് വേണ്ടി ആ ചിത്രം വരയ്ക്കുന്നത്? പിന്നല്ലാതെ ആർക്ക്? അപ്പോൾ ഇത് പൂർണ്ണമായി നമുക്ക് എപ്പോഴാണ് കാണാൻ സാധിക്കുക? ആ സമയം എത്തുമ്പോൾ നാം ചാർത്തിയ സിന്ദൂരം നിന്റെ നെറുകയിലുണ്ടാകും. ദേവാ, നമുക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്കിടയിൽ എന്തൊരു മുഖവര പറഞ്ഞാലും. ദേവ, ഇന്ന് എൻ്റെ മനസ്സിൽ ഒരു ഭയം മുളയ്ക്കുന്നു. ഞാൻ ആരാണ്? ഒരു സാധാരണ വേലക്കാരിയുടെ മകൾ, ജനിച്ച നാൾ മുതൽ കീഴ്ജാതിയുടെ നിഴൽ ജീവിക്കുന്നവൾ. നിങ്ങൾ ആരാണ്? ഈ രാജ്യത്തിന്റെ ഭാവി രാജാവ്, സിംഹാസനത്തിന്റെ അവകാശി. എനിക്ക് ദേവനെ സ്നേഹിക്കാൻ അവകാശമുണ്ടോ? ഇതെല്ലാം ഒരു പാവപ്പെട്ട പെണ്ണിന്റെ വലിയ വലിയ മോഹങ്ങളല്ലേ? ഭാവിയിൽ ഈ പ്രണയം ഒരു സ്വപ്നം മാത്രമായിരിക്കുമെന്ന ഭയം എന്നെ വിട്ടുമാറുന്നില്ല. കാരണം രാജാവും ഒരു സാധാരണ പെണ്ണും ഒരു വഴിയിൽ ഒരുമിച്ച് നടക്കുന്നത് ഈ ലോകം അനുവദിക്കുമോ? ചന്ദ്രകാന്തത്തിന്റെ ഭാവി രാജാവ് മഹാരുദ്രദേവൻ പ്രേയസി ദേവിക്ക് നൽകുന്ന വാക്ക്, മരണമെന്ന വിധിക്കു മാത്രമേ നമ്മുടെ ബന്ധത്തെ ഇല്ലാതാക്കാൻ സാധിക്കൂ. മറ്റാരീ ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവന്റെ അന്ത്യം നമ്മുടെ കൈകൊണ്ടായിരിക്കും. നമ്മോട് ക്ഷമിച്ചാലും. എന്തിനു ക്ഷമ? നിന്റെ സ്ഥാനത്ത് നാം ആണെങ്കിലും ഇതേ ചോദ്യം ചോദിച്ചിരിക്കും. കാലങ്ങളായി കൈമാറിക്കൊണ്ടുവരുന്ന ആചാരങ്ങളല്ലേ കീഴ്ജാതി മേൽജാതി. ഇതെല്ലാം നാം ഭരണം തുടങ്ങിയാൽ നിർത്തും. നമ്മുടെ പിതാവിനെ കൊണ്ട് സാധിച്ചില്ല, ഇനി നമ്മെ കൊണ്ട് സാധിക്കും. അത് നമുക്ക് ഉറപ്പുണ്ട്. അന്ന് ആരും ദാരിദ്ര്യം എന്താണെന്ന് അറിയില്ല. നല്ല വസ്ത്രങ്ങൾ ഉടുക്കും, ഭക്ഷണം കിട്ടാതെ അലയില്ല. മതി, ഇത് മാത്രം കേട്ടാൽ മതി. ജ്യേഷ്ഠ, അയ്യോ കുമാരി, എന്താണ് ഇവിടെ രണ്ടുപേരും? അത് നീ അറിയേണ്ട ആവശ്യമില്ല. എന്താണ് അനുജത്തി വന്നതിന്റെ ഉദ്ദേശം? പിതാവിന് ജ്യേഷ്ഠനെ കാണണമെന്ന് പറഞ്ഞയച്ചതാണ്. പോയി കണ്ടാലും ദർശനം കൊടുത്താലും. ദേവി പൊക്കോളൂ. ദേവി പോകണ്ട, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിനക്കെന്ത് സംസാരിക്കാൻ? അത് ഞങ്ങൾ സ്ത്രീകൾ തമ്മിലുള്ള സംസാരം. ജ്യേഷ്ഠൻ പിതാവിനെ പോയി കണ്ടാലും. നാം പോവുകയാണ്. കുമാരി, നമുക്ക് കുറെ വേലകളുണ്ട്. നാം അത് പോയി ചെയ്തിട്ട് വേഗം വരാം. എന്താണ് ഇത്ര ധൃതി? ഇത്ര നേരം ഉണ്ടായിരുന്നില്ലല്ലോ. നാം പറയുന്നത് കേട്ടിട്ട് നീ പോയാൽ മതി. കുമാരി പറഞ്ഞാലോ? നമ്മെ ഇനി കുമാരി എന്നൊന്നും വിളിക്കണ്ട, അനന്തലക്ഷ്മി എന്ന് വിളിച്ചാൽ മതി. അയ്യോ, അതെല്ലാം തെറ്റാണ്. തെറ്റൊന്നുമല്ല. നാം ഒരു കാര്യം പറയട്ടെ. എനിക്ക് എന്റെ ജ്യേഷ്ഠന്റെ ഇഷ്ടങ്ങളാണ് എല്ലാത്തിനും കൂടുതൽ ഇഷ്ടം. എന്റെ ജ്യേഷ്ഠൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് കൂടെ വളരെ പ്രിയപ്പെട്ടവളായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കിനി നമ്മുടെ ജ്യേഷ്ഠന്റെ ഇഷ്ടങ്ങളെ പരിഗണിച്ചേ പറ്റൂ. അതായത് ഇനി നീ തന്നെ നമ്മുടെ ജ്യേഷ്ഠത്തിയായി വരൂ. നമുക്കൊരു ജ്യേഷ്ഠത്തിയില്ല. കുമാരി, ജ്യേഷ്ഠത്തെ അശ്ര പൊയ്ക്കാതിരുന്നാലും ഇനി കുമാരി എന്ന വിളി വേണ്ട. അങ്ങനെ എങ്ങനെ ജ്യേഷ്ഠത്തെ നമ്മെ വിളിച്ചാൽ ജ്യേഷ്ഠനോട് പറഞ്ഞ് ജ്യേഷ്ഠത്തിക്ക് ഞാൻ ശിക്ഷ വാങ്ങിച്ചു തരും. പിതാവെ എന്നെ വിളിച്ചുവെന്ന് കേട്ടു. വാ മകനെ, നിന്നോട് സംസാരിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പറഞ്ഞാലും. നീ ഗുരുകുലത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. രാജകുമാരൻ പഠിക്കേണ്ട വിദ്യകളെല്ലാം ഇപ്പോൾ നിനക്ക് വശമുണ്ട്. അതുകൊണ്ട് ഇനി ഈ രാജ്യത്തിന്റെ ഭരണം നീ ഏറ്റെടുക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. പിതാവെ, ഇത്ര വേഗമോ? അതെ മകനെ, കാലം ആരെയും കാത്തിരിക്കില്ല. ഞാനിപ്പോൾ വൃദ്ധനായി കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന് ശക്തനായ ഒരു രാജാവിനെ വേണം. അത് നീ തന്നെയാണ്. പിതാവെ, ഇപ്പോൾ തന്നെ ഭരണം ഏറ്റെടുക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്തിനു മകനെ? നിനക്ക് ആവശ്യമായ വിദ്യയും ധൈര്യവും എല്ലാം ഇപ്പോൾ നിനക്കുണ്ട്. വിദ്യ ഉണ്ടാകാം പിതാവേ, എന്നാൽ രാജഭരണം ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ദിവസം കൊണ്ട് ആരും രാജാവാകില്ല. ഭരണം പഠിച്ചുകൊണ്ടാണ് രാജാവാകുന്നത്. അതുകൊണ്ട് നിന്റെ പട്ടാഭിഷേകം നടത്തേണ്ട സമയമെത്തി. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്. രാജാവാകാൻ പോകുന്ന ആൾ പട്ടാഭിഷേകത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിനു ശേഷമോ വിവാഹം കഴിക്കണം. അതിനാൽ നിന്റെ വിവാഹത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. പിതാവേ, എനിക്കിപ്പോൾ വിവാഹം വേണ്ട.
എന്താണ് അതിന്റെ കാരണം? നിനക്കിപ്പോൾ വിവാഹം കഴിക്കേണ്ട പ്രായമായിരിക്കുന്നു പുത്ര. കാരണം എന്റെ ഹൃദയം ഇതിനകം ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു പിതാവേ. ആ, അങ്ങനെയോ? ആ പെൺകുട്ടി ആരാണ്? അവളുടെ പേര് പ്രേയസി. നീ പറഞ്ഞു വരുന്നത് ഇവിടെ വേല ചെയ്യുന്ന ദേവകയുടെ മകളോ? അതെ പിതാവേ. പക്ഷെ കുമാര... പിതാവേ, ഞാൻ വിവാഹം കഴിക്കേണ്ടതായി വന്നാൽ അവളെ മാത്രമേ ഞാൻ എന്റെ ഭാര്യയെ സ്വീകരിക്കൂ. ഭരണം ഞാൻ നോക്കിക്കോളാം. ഈ രാജ്യത്തിനായി എന്റെ കടമകളെല്ലാം ഞാൻ നിർവഹിക്കാം. പക്ഷെ എന്റെ ജീവിത പങ്കാളി അവൾ തന്നെയായിരിക്കണം. നിന്റെ ഹൃദയം തീരുമാനിച്ച കാര്യത്തിൽ ഞാൻ തടസ്സം നിൽക്കുന്നില്ല മകനെ. പക്ഷേ ഒരു കാര്യം നീ അറിയണം. പട്ടാഭിഷേകം നടത്തിയിരിക്കണം. നടത്താം പിതാവേ. പക്ഷെ നമുക്കൊരു സംശയം. എന്താണ്? പറഞ്ഞാലും. നമ്മുടെ പട്ടാഭിഷേകത്തിന് ശേഷം ഈ രാജ്യത്തിന്റെ രാജാവ് നാം ആയിരിക്കില്ലേ? അതെ, ചന്ദ്രകാന്തത്തിന്റെ രാജാവ് നീ തന്നെയായിരിക്കും. ശരി പിതാവേ. പ്രഭു പുത്രനോട് സംസാരിച്ചുവോ? അവൻ എന്ത് മറുപടിയാണ് തന്നത്? അവൻ പറഞ്ഞു അവന്റെ ഹൃദയം ഇതിനകം ഒരാൾ തിരഞ്ഞെടുത്തു എന്ന്. അങ്ങനെയോ? ആ പെൺകുട്ടി ആരാണ്? ദേവകിയുടെ മകൾ പ്രേയസി. പ്രേയസി? അതെ, അവൻ അവന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണ്. പ്രേയസി അല്ലാതെ മറ്റൊരു സ്ത്രീ അവന്റെ ജീവിതത്തിൽ വേണ്ട എന്ന്. ഞാൻ അവളെ അറിയുന്നു. നല്ലൊരു പെൺകുട്ടിയാണ് അവൾ. ജീവിതത്തിൽ ആദ്യമായി നമ്മുടെ മകൻ ഒരാഗ്രഹം പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കാതിരിക്കാനാകുമോ? ഇത്ര നാളും നമ്മൾ പറഞ്ഞതുപോലെയാണ് അവൻ ജീവിച്ചത്. അതുകൊണ്ട് അവന്റെ വിവാഹ ജീവിതത്തിൽ നമ്മൾ തലകെടുത്തേണ്ട ആവശ്യമില്ല. അവന് പ്രേയസി ഇഷ്ടമാണെങ്കിൽ ആ വേലി നമുക്ക് നടത്തി കൊടുക്കാം. അത് ശരിയാണ് റാണി. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ് പ്രഭു? നിനക്കറിയാമല്ലോ, നമ്മുടെ അനുജത്തി വസുന്ധര. അവൾ നമ്മുടെ മകനെ അവളുടെ മകളുമായി വിവാഹം കഴിപ്പിക്കണമെന്ന് ഏറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ നമ്മുടെ സമ്പത്ത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അവളോട് എതിർത്ത് നമുക്ക് സംസാരിക്കാനുമാകില്ല. അവൾക്ക് ഞാൻ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? അതിനുള്ള മറുപടി നമ്മൾ പറയേണ്ടതില്ല പ്രഭു. പട്ടാഭിഷേകത്തിന് ശേഷം നമ്മുടെ മകൻ തന്നെ മറുപടി കൊടുത്തോളും. അവന്റെ ഹൃദയം ആരെ തിരഞ്ഞെടുക്കുന്നുവോ അതാണ് അവളുടെ ചോദ്യത്തിനുള്ള ശരിയായ മറുപടി. പ്രണാമം രാജാവേ. വന്ന കാര്യം? രാജാവേ, അയൽ രാജ്യത്തു നിന്നും അങ്ങയുടെ സഹോദരിയായ റാണി വസുന്ധരാദേവിയും കുമാരി കമലാദേവിയും വന്നിട്ടുണ്ട്. അവരോട് നമ്മുടെ ചർച്ചാ അറയിലേക്ക് വരാൻ പറയൂ. ശരി രാജാവേ. കമല, വേഗം നടന്നാലും. അമ്മേ, നമ്മെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെയാണ് നാം നടക്കുന്നത്. ഈ തർക്കുത്തരമൊന്നും രാജാവിന് മുമ്പിൽ എത്തുമ്പോൾ പറയാൻ നിൽക്കരുത്. നീ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാലോ. നീ അവനെ വശീകരിക്കാൻ മറക്കരുത്. നിന്റെ സൗന്ദര്യത്തിലും സംസാരത്തിലും കുമാരൻ വീഴണം. അമ്മേ, നമ്മളോടോ? നാം വീഴ്ത്താത്ത കുമാരന്മാരില്ല. ശരിയായിരിക്കാം, പക്ഷെ അവൻ ഇത്ര എളുപ്പത്തിൽ വംശവാദനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാം ശ്രമിച്ചാൽ അവൻ തീർച്ചയായും വീഴും. തീർച്ചയായും വീഴ്ത്തണം. കാരണം അവൻ നമ്മുടേതാകണമെങ്കിൽ നീ അവനെ വിവാഹം ചെയ്തേ കഴിയൂ. അപ്പോൾ ഈ കൊട്ടാരം ഒരു നാൾ എന്റേതാകുമോ? അത് നിന്റെ ബുദ്ധിയിലും ചാതുര്യത്തിലുമാണ് കഴിവിരിക്കുന്നത്. അയ്യോ അമ്മേ, മാതുലൻ. അയ്യോ സഹോദര, എത്ര നാളുകൾക്ക് ശേഷമാണ് കാണാൻ സാധിക്കുന്നത്. നാം സന്തോഷവാദിയാണ്. വസുന്ധരെ, നീ വന്നത് കണ്ടപ്പോൾ എനിക്കും സന്തോഷം. സഹോദര, നിങ്ങളുടെ ആരോഗ്യവും സുഖജീവിതവും എല്ലാം നല്ലതാണല്ലോ. സഹോദരി എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു അല്ലേ? അതെ, എല്ലാം ദൈവകൃപയാൽ സുഖമാണ്. ഈ സുഖമെല്ലാം ഈ കൊട്ടാരം എൻഡാകുന്നത് വരെ ഉണ്ടാകും. വസുന്ധര, ജ്യേഷ്ഠ, ഇവൾ ഓർക്കുന്നുണ്ടോ? കമല എന്റെ മകൾ. അതെങ്ങനെ മറക്കാൻ കഴിയും? മാതുല, കുമാരൻ മഹാരുദ്രദേവനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്തിനു ചോദിക്കണം? അവൻ നിന്റെ ഭാവി ഭർത്താവല്ലേ. പോയി അവനെ പള്ളേറയിൽ കണ്ട് സംസാരിച്ചാലും. എന്നാൽ നാം പോയി കുമാരനെ കണ്ടിട്ട് വരാം. വാ വസുന്ധരെ, നമുക്ക് അകത്തേക്ക് പോകാം. വരുന്ന ജ്യേഷ്ഠത്തി. എന്നിട്ട് അവിടെയെല്ലാം പുഷ്പങ്ങളാ നിറഞ്ഞിരിക്കണം. അതിന് നടുവിൽ നമ്മൾ ഇരുവരും ഒരുമിച്ച് കൈകോർത്തിരിക്കണം. കൈകോർത്ത് മാത്രം ഇരുന്നാൽ മതിയോ? വേറൊന്നും വേണ്ടേ? മിണ്ടാതിരിക്കൂ ദേവ, ഇതൊക്കെ ഇപ്പോഴാണോ പറയേണ്ടത്? പിന്നെ എപ്പോൾ? കുമാരാ, ആരോ വരുന്നു. ദേവി, നീ ആ വാതിലിന്റെ മറവിൽ ഒളിച്ചാലും. ശരി ദേവ. ആരാണ് അവിടെ? കുമാര, നമ്മെ ഓർക്കുന്നുവോ? ഞാനാണ് കമല. കമല, നീ എന്താണ് ഇവിടെ? അതെന്ത് ചോദ്യമാണ് കുമാര? കുമാരൻ ഇത്ര കാലം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ വന്ന് കാണേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? വന്ന് കണ്ടതിൽ സന്തോഷം. അതുമാത്രമല്ല, അങ്ങ് വന്നതിന്റെ സന്തോഷത്തിൽ നാം നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളാണിവ. ഇതെല്ലാം കഴിക്കണം. നമുക്ക് ഇപ്പോൾ വിശപ്പില്ല കമല, നീ കഴിച്ചോളൂ. കുമാര, ഇത്ര ആഗ്രഹിച്ച് ഞാനിത് കൊണ്ടുവന്നിട്ട് ഒരെണ്ണമെങ്കിലും കഴിച്ചാലും. അവിടെ വെച്ചോളൂ, നാം കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന് ഒരെണ്ണം കഴിക്കണം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ?
കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? ഇത്രയും മധുരമായി അങ്ങേക്ക് വേണ്ടി നാം ഉണ്ടാക്കിയിട്ട്. കമല, നമുക്ക് വിശ്രമിക്കണം. നീ ഇവിടെ നിന്ന് പോയാലും. ശരി ശരി, നാം പോവുകയാണ്. പക്ഷെ ഇവിടെ നാം ഉണ്ടാക്കും. ഇനി എന്നും കുമാരന് കമലയെ കാണാനുള്ള ഭാഗ്യമുണ്ട്. ദേവി വന്നാലും. എന്തു പറ്റി? ഇനി എന്നും കമലയെ കാണാൻ കുമാരന് ഭാഗ്യമുണ്ട്. ദേവൻ എന്തിനാണ് ചിരിക്കുന്നത്? അവൾ പലഹാരം തന്നപ്പോൾ അത് ഭക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ. നാം ഭക്ഷിച്ചില്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് പോകില്ല. പോയില്ലെങ്കിൽ നിന്നെ കാണുകയും ചെയ്യും. പട്ടാഭിഷേകം കഴിയുന്നതുവരെ നമ്മുടെ ബന്ധം രഹസ്യമായിരിക്കണം. ഞാൻ പറഞ്ഞതല്ലേ ദേവി നിന്നോട്? എന്നാലും ദേവന്റെ അടുത്ത് വന്ന് അവൾ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്കത് സഹിക്കുന്നില്ല. അവളെ തടയേണ്ട കാര്യങ്ങളെല്ലാം നാം ചെയ്തോളാം. നീ ഇപ്പൊ തൽക്കാലം നിന്റെ ഭാവി ഭർത്താവിനെ മാത്രം നോക്കിയാൽ മതി. ബാക്കി പറയൂ. പൂന്തോട്ടത്തിൽ കൈ പിടിച്ചതിന് ശേഷം ഇരുവരും നിദ്രയിലാണ്ടു പോകുന്നു. അത്രേ ഉള്ളൂ. ആയുധ ഗൗരവ സമർപ്പണം. ധർമ്മസേനൻ മഹാവീരന്റെ മകൻ മഹാരുദ്രദേവൻ എന്ന പേരുകൊണ്ട് ഞാൻ വളർന്നു വികസിച്ച ഈ ചന്ദ്രകാന്തം സാമ്രാജ്യത്തിന്റെ മഹാരാജാവ് എന്ന മഹോന്നത പദവി ഏറ്റെടുത്ത് നാടിന്റെ ഭാവി കാത്തുരക്ഷിക്കാമെന്നും ചന്ദ്രകാന്തം പ്രജകളുടെ ജീവിതവും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്നും ശങ്കയില്ലാതെ പക്ഷപാതരഹിതനായ നീതിയായ നിർവഹണം നടത്താമെന്നും ജീവത്യാഗം ചെയ്യാനും മടിക്കില്ല എന്ന് പരമശിവൻ സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. പ്രേസി, നീ ഇവിടെ നിൽക്കുമായിരുന്നു. നാം നിന്നെ എവിടെയെല്ലാം തിരഞ്ഞെന്നുവോ? വന്നാലും നമ്മുടെ കൂടെ വന്നാലും. മാധവി, ദേവന്റെ പട്ടാഭിഷേകം തീർന്നില്ല. പക്ഷെ ഇപ്പോൾ പട്ടാഭിഷേകം കണ്ടു നിൽക്കേണ്ട സമയമല്ല. നീ വേഗം നിന്റെ കുടിലേക്ക് വന്നാലും. കുടിലേക്കോ? അമ്മയ്ക്ക് എന്താ പറ്റിയത്? വയ്യായ കൂടി വൈദ്യൻ അമ്മയെ കാണാൻ വന്നിട്ടുണ്ട്. അതെയോ? നാം ഇതാ വരുന്നു. അമ്മ എന്താണ് അമ്മ പറ്റിയത്? മോളെ, അത് വേണ്ട ദേവകി, ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞോളാം. വൈദ്യരെ, അമ്മയുടെ സ്ഥിതി എങ്ങനെയാണ്? സുഖം പ്രാപിക്കുമല്ലോ? പ്രേയസി, ഞാൻ പറയുന്നത് നീ വ്യക്തമായി കേൾക്കണം. എന്താണ് വൈദ്യരെ? ഈ രോഗം സാധാരണമായതല്ല. ഇതിനു വേണ്ടി ഔഷധം ഈ രാജ്യത്തിൽ ലഭ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യും? പുറം രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ ഈ ഔഷധം ലഭ്യമാകൂ. അപ്പോൾ അമ്മയെ ഇനി രക്ഷിക്കാൻ സാധിക്കില്ലേ? ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് അവളുടെ ജീവൻ കുറച്ചു നേരത്തേക്ക് മാത്രം പിടിച്ചു നിർത്താൻ സാധിക്കും. അതിനു മുന്നേ ആ ഔഷധം ഇവിടെ എത്തിയിരിക്കണം. കാൽനട നല്ലതല്ല. കുതിര സവാരി തന്നെ ചെയ്യേണ്ടി വരും. എങ്കിൽ ഞാൻ പോകാം. എവിടേക്ക്? ആ മരുന്ന് കിട്ടുന്ന രാജ്യത്തേക്ക് ഞാൻ പോയി കൊണ്ടുവരാം. ഇല്ല മകളെ, നീ എങ്ങനെയാണോ ഒറ്റയ്ക്ക് ഇത്ര ദൂരത്തേക്ക് പോകുന്നത്? അമ്മ, ഞങ്ങളെ രക്ഷിക്കാൻ എനിക്ക് എന്തും ചെയ്യാം. എനിക്ക് നിന്നെ വിട്ട് ജീവിക്കാൻ കഴിയില്ല. നീ എങ്ങോട്ടും പോകേണ്ട പ്രേസി. അമ്മ, ഈ ലോകത്ത് എനിക്ക് നിങ്ങളെക്കാൾ വലുതായി ഒന്നുമില്ല. നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് പോകേണ്ടി വന്നാൽ ഞാൻ പോകും. എനിക്ക് പേടിയുണ്ട് മകളെ. ഭയപ്പെടേണ്ട, ഞാൻ തിരിച്ചു വരും. മാധവി, എന്റെ അഭാവത്തിൽ നീ എന്റെ അമ്മയെ നോക്കണം. ഞാൻ വേഗം മടങ്ങി വരാൻ ശ്രമിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെ കാണും. നീ പോയിട്ട് വാ പ്രേസി. ഞാൻ വരുന്നത് വരെ കാത്തിരിക്കമ്മേ. ഇത്ര വലിയ യാത്രയ്ക്ക് നീ ഒറ്റയ്ക്ക് പോകാനാണോ വിചാരിച്ചത്? അർജുനവർമ്മ? അതെ, ഞാൻ എല്ലാം കേട്ടു. ഞാനുള്ളപ്പോൾ നീ ഒറ്റയ്ക്ക് പോകേണ്ട. മിത്രമേ, അത് അപകടകരമായ യാത്രയാണ്. അതിനാലാണ് ഞാൻ കൂടെ വരുന്നത്. നമുക്ക് ഒരുമിച്ച് പോകാം. നിന്റെ അമ്മയെ രക്ഷിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. വരൂ, നമ്മുടെ ഭീമൻ നമ്മളെ അവിടെ എത്തിക്കും. അമ്മേ,
കുമാരനിപ്പോൾ രാജാവായില്ലേ, ഇനി നമ്മുടെ വേലിയെക്കുറിച്ച് സംസാരിക്കൂ. ധൃതി വെക്കാതെ കമല, ഇപ്പോൾ രാജാവ് നമ്മുടെ ജ്യേഷ്ഠനല്ല, കുമാരനാണ്. ധൃതി കാണിച്ചാൽ നമ്മുടെ പദ്ധതി ഒന്നും നടപ്പാകില്ല. അപ്പോൾ പിന്നെ എപ്പോഴാണ് നമ്മുടെ വിവാഹം? ആദ്യം നിന്റെ പിതാവും ജ്യേഷ്ഠനും വ്യാപാരം കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് നിന്റെ മാധുരനോട് സംസാരിക്കാം. ഇനിയും എത്ര നാൾ? അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പിൻകാലം നേരത്തെ സൂചന തന്നിരുന്നു. വരട്ടെ. മകനെ വീരേന്ദ്ര, ഇത് നമുക്ക് കിട്ടുമോ? പിതാവേ, നമ്മളെ കൊണ്ട് സാധിക്കാത്തത് എന്താണുള്ളത്? അത് നമുക്ക് കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ വധിച്ചിട്ടായാലും നാം അത് സ്വന്തമാക്കും. നമുക്ക് നമ്മുടെ മകനിൽ പൂർണ്ണ വിശ്വാസമാണ്. നമ്മുടെ ക്ഷമിച്ചാലോ? പിന്നെ മാത്രമല്ല, നിന്റെ മാതുലന്റെ പുത്രനുമായി കമലയുടെ വിവാഹം നടത്തണം. നീ നാം പറയുന്നത് വലുതും കേൾക്കുന്നുണ്ടോ? എവിടേക്കാണ് നിന്റെ ശ്രദ്ധ? പിതാവേ, നമുക്ക് അവളെ വേണം. ഒരൊറ്റ രാത്രിക്ക് ഇപ്പോൾ വേണം. അവളുടെ ഗന്ധവും അവളുടെ ശരീരവടവും എന്നെ മത്ത് പിടിപ്പിക്കുന്ന പോലെ. പുത്ര, ഇപ്പോൾ അതിന് സമയമില്ല. നമുക്ക് കൊട്ടാരത്തിൽ എത്തേണ്ടതുണ്ട്. പട്ടാഭിഷേകം കഴിഞ്ഞതിനാൽ ഇപ്പോൾ അവൻ രാജാവാണ്. നമ്മൾ പറയുന്നത് എതിർക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ കമലുമായി ഒരു വിവാഹം നടത്തണം. നമ്മുടെ ശിങ്കടിമാരെ വിട്ട് അവളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ നിനക്ക് എത്തിക്കാം. അവളെയും നിനക്ക് ഞാൻ തരാം. ഇപ്പോൾ നമുക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങണം. ഇപ്പോൾ ഞാൻ അവളെ വിടുകയാണ്. പക്ഷെ ഒരു ദിവസം അവളെ എനിക്ക് കിട്ടും. അർജുന, മരുന്ന് കിട്ടിയിരിക്കുന്നു. എന്നാൽ വേഗം വരൂ, നമുക്ക് യാത്ര തിരിക്കാം. പുത്ര, നീ എങ്ങോട്ടാണ് പോകുന്നത്? നാം പ്രേയസിയെ കാണാൻ. പുത്ര, ഇപ്പോൾ അറിയാം പിതാവേ. രാജാവിന്റെ പത്നിയെ ദർശിക്കാൻ പോകുമ്പോൾ ഒരുപാട് ആചാരങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ആചാരങ്ങളൊന്നും നോക്കാൻ സാധിക്കില്ല. പിതാവേ, ദേവകി അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് കേട്ടു. നാം ഒന്ന് പോയി കണ്ടിട്ട് വരാം. അതെന്തായാലും നന്നായി. രാജാവല്ലേ, ജനങ്ങളെക്കുറിച്ച് ക്ഷേമവും ഐശ്വര്യവും നോക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ നാം അവിടേക്ക് പോവുകയാണ്. പോയിട്ട് വന്നാലോ? രാജാവേ, അവിടുന്ന് എന്തു പറ്റി? അത് ദേവകി മരണപ്പെട്ടു. ദേവി, ദേവ, നമ്മുടെ അമ്മ. നമുക്കിനി ആരാ ഉള്ളത്? നമുക്കിനി ആരുമില്ല. നാം ഒറ്റയ്ക്ക് ഈ കുടിലില് നമ്മെ കാത്തിരിക്കാൻ ഇപ്പൊ ആരുമില്ല. നമ്മുടെ ആരോഗ്യത്തെ പറ്റി ചോദിക്കാൻ ആരുമില്ല. നമുക്ക് വേണ്ടി കരയാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക്. എന്റെ അമ്മ. പ്രേയസി, കരയാതിരിക്കൂ. എന്താലേ, ഈ വേലക്കാരെ കാണാൻ കൊട്ടാരത്തിൽ നിന്ന് രാജാവ് വന്നിരിക്കുന്നു. മരിച്ചു കിടക്കുമ്പോൾ പോലും അവരെ കുറിച്ച് കുറ്റം പറയാതിരിക്കൂ. അങ്ങനെ രാജാവ് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ ചെയ്ത നന്മയാണത്. ഇതൊന്നുമല്ല, ആ പ്രേയസി ആ രാജാവിന് കൈവശം കൊടുത്തതാ. ഒന്ന് മിണ്ടാതിരിക്കൂ. ഒരു മരണ വീട്ടിൽ വന്ന് ഇങ്ങനെ. പുത്ര വീരേന്ദ്ര, ഇന്നത്തെ പട്ടാഭിഷേകത്തോടെ കുമാരൻ രാജാവായി. പക്ഷേ ആ സിംഹാസനം അവൻ ഏറെ നാൾ കൈവശം വെക്കാൻ കഴിയരുത്. ഇല്ലമ്മേ, കുറച്ചു നാൾക്കകം ഈ കൊട്ടാരം നമ്മുടെ കയ്യിലെത്തും. കമല, നീ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയല്ലേ പദ്ധതി കൊണ്ടുപോകുന്നത്? നാം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുമാരൻ വീഴുന്നില്ല. നമ്മുടെ പുത്ര കമലയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് എന്ത് നിന്നെ കൊണ്ട് സാധിക്കും? നീ കുമാരനെ വശീകരിക്കണം. അവൻ നിന്നോട് വിവാഹം ചെയ്യാമെന്ന് പറയണം. അത് നാം പറയിപ്പിക്കും പിതാവേ. അവൻ എന്റെ വലയിലേക്ക് വീഴാൻ അധിക സമയമൊന്നും വേണ്ട. വിവാഹം കഴിഞ്ഞുടനെ തന്നെ നിനക്കൊരു കുഞ്ഞ് ജനിക്കണം. ആ കുഞ്ഞിന്റെ പേരിൽ രാജവംശത്തിന്റെ അവകാശം ഉറപ്പാക്കണം. അതിനുശേഷം കുമാരൻ ജീവനോട് ഇരിക്കേണ്ട ആവശ്യമില്ല. അവൻ ഇല്ലാതാക്കാനുള്ള ഏർപ്പാടെല്ലാം നാം ചെയ്തിട്ടുണ്ട്. അവന്റെ മരണത്തോടെ ആ സ്വത്തുക്കളെല്ലാം ഇവളുടെ പേരിലെത്തണം. കുഞ്ഞിനെയും രാജ്യത്തെയും ഒരുപോലെ നോക്കാൻ കഴിയില്ലെന്നും തന്റെ അഭാവത്തിൽ തന്റെ ജ്യേഷ്ഠനായ വീരേന്ദ്രൻ ഈ രാജ്യം ഭരിക്കുമെന്നും നീ പറയണം. അതിനുശേഷം ആ സ്വത്തുക്കൾ എന്റെ പേരിൽ നീ എഴുതി വെക്കണം. തീർച്ചയായും ജ്യേഷ്ഠ. രാജ്യം എന്റെ കൈക്കുള്ളിലെത്തിയാൽ ആ കുഞ്ഞിനെയും തീർത്തേക്ക്. നീ പറയുന്നത് പോലെ. കുമാരൻ ഇപ്പോൾ രാജാവായിരിക്കാം, പക്ഷെ അധിക നാളല്ല. വേഗം തന്നെ ഈ കൊട്ടാരത്തിന്റെ യഥാർത്ഥ അധിപൻ ഞാനായിരിക്കും. കുമാരൻ അറിയാതെ തന്നെ നമ്മുടെ വലയിൽ കുടുങ്ങണം. അതാണ് നിന്റെ കഴിവിരിക്കുന്നത് കമല. ഇനി തുടങ്ങുന്നത് നമ്മുടെ കളിയാണമ്മേ. ഞാൻ എല്ലാം ശരിയാക്കുന്നുണ്ട്.
ഈശ്വര, നമ്മുടെ ജ്യേഷ്ഠൻ. അമ്മേ, പിതാവേ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താണ് മകളെ? ശാന്തമായി പറയൂ. ഞാനിപ്പോൾ കൊട്ടാരത്തിന്റെ പിന്നിലെ മുറിയിലൂടെ പോകുമ്പോൾ മാതുലയുടെ കുടുംബത്തിന്റെ സംസാരം കേട്ടു. അവർ എന്താണ് പറഞ്ഞത്? അവർ ജ്യേഷ്ഠനെയും കമലയെയും വിവാഹം കഴിപ്പിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. അത് കാലങ്ങളായി നടത്തുന്നതല്ലേ, അതിനെന്താണ് പ്രശ്നം? അത് വിവാഹമല്ല, അവരുടെ ലക്ഷ്യം ഈ രാജ്യം തട്ടിയെടുക്കാനാണ്. പുത്രി, നീ എന്താണ് ഈ പറയുന്നത്? കമലാദേവി ജ്യേഷ്ഠനെ വിവാഹം കഴിക്കും. പിന്നീട് അവർക്കൊരു കുഞ്ഞു ജനിക്കും. അത് കഴിഞ്ഞ് ജ്യേഷ്ഠനെ അവർ വധിക്കും. എന്റെ ദൈവമേ! ജ്യേഷ്ഠന്റെ സ്വത്തുക്കളെല്ലാം കമലയുടെ കയ്യിലെത്തും. അതിനുശേഷം അവൾ അതെല്ലാം വീരേന്ദ്രദേവന്റെ പേരിലേക്ക് എഴുതി വെക്കും. അപ്പോൾ ഈ സിംഹാസനം വീരേന്ദ്രന്റെ കയ്യിലെത്തും. അതെ പിതാവേ, ഞാൻ എന്റെ ചെവി കൊണ്ട് തന്നെ കേട്ടതാണ് ഇതെല്ലാം. എന്താണ് ഇവിടെ നടക്കുന്നത്? കുമാര, ഇവിടെ വലിയ അപകടം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ ഇത്ര ദൂരം യാത്ര ചെയ്തു വന്നത് എനിക്ക് വേണ്ടിയല്ല, എന്റെ സ്വത്തുക്കൾക്കായിരുന്നു. അതെ, അതുകൊണ്ട് ഇനി നമ്മൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കുമാര, നിന്റെ ജീവിതവും പ്രേസിയുടെ ജീവിതവും ഇപ്പോൾ അപകടത്തിലാണ്. അതെ, അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം. എന്ത് തീരുമാനമാണ് പിതാവേ? നിന്റെ വിവാഹം നടക്കുന്ന ദിവസം മാത്രം ഈ രാജ്യം നിന്റെ വിവാഹമാണെന്ന് അറിഞ്ഞാൽ മതി. അതുവരെ എല്ലാം രഹസ്യമായിരിക്കണം. ആ വിവാഹ ദിവസം അവർ അത് അറിഞ്ഞാൽ മതി. ഇപ്പോൾ ആരെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. നമുക്ക് ചുറ്റും ചാരന്മാരുണ്ട്. സ്വന്തം അനുജത്തി വരെ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാ? അതുകൊണ്ട് വിവാഹത്തിന്റെ തലേ ദിവസം പ്രേയസിക്ക് താലം കൊണ്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ താലത്തിൽ അവൾ വിവാഹത്തിനൊടുക്കേണ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളുമായിരിക്കും. അതണിയിച്ച് അവൾ ഇങ്ങോട്ട് ആനയിക്കും. അതിനുശേഷം നിങ്ങളുടെ വിവാഹം നടക്കും. ശരി പിതാവേ, അതുവരെ നിങ്ങൾ ഇരുവരും കണ്ടുകൂടാ. ശരി. ട്രേസി, നീ ഇങ്ങനെ ഇരിക്കാതെ, അവർ താലം കൊണ്ട് പുറത്തു നിൽക്കുന്നു. നീ അത് വാങ്ങിച്ച് ധരിച്ചു ചെന്നാലും. നമുക്ക് പേടിയാവുന്നു മാധവി. എന്തിന്? അറിയില്ല, നമ്മെ മറ്റുള്ളവർ എങ്ങനെ നോക്കിക്കാണാന്ന് എനിക്കറിയില്ല. നീ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നത്? നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളാണ് ഇപ്പോൾ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അന്ന് ഞാൻ രാജാവിനെ കുറിച്ച് തെറ്റായാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ആ തെറ്റിദ്ധാരണയെല്ലാം രാജാവ് തന്നെ മാറ്റിയിട്ടുണ്ട്. സ്നേഹിച്ച പെണ്ണിനെ ഏതൊരവസ്ഥയിലും വിട്ടുകൊടുക്കുന്ന ആളല്ല കുമാരൻ. അതുകൊണ്ട് മറ്റൊന്നും നീ ആലോചിക്കണ്ട. നിങ്ങളുടെ സ്നേഹം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. വിവാഹം ചെയ്ത് നിന്റെ പ്രിയപ്പെട്ടവനോടൊപ്പം നീ ജീവിക്കണം. രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ வாழ்க்கையே ഇതും കടന്നു വാഴവേ എന്നിലെ ഉടൽ ഉയഴും മനം അരസിയ മനം അടൈந்து വാഴവേ നാളെன்றுം. ഇവിടെ എന്താണ് ഇത്രയും ജനങ്ങൾ? അമ്മേ, കുമാരന്റെ വിവാഹമല്ലേ നടക്കുന്നത്? എന്താ?
അവൾ പിതാവിതവളല്ലേ? അതേ പുത്ര, അതവൾ തന്നെ. പിതാവേ, നമ്മളെ കൊണ്ട് സാധിക്കാത്തത് എന്താണുള്ളത്? അത് നമുക്ക് കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ വധിച്ചിട്ടായാലും നാം അത് സ്വന്തമാക്കും. നമുക്ക് നമ്മുടെ മകനിൽ പൂർണ്ണ വിശ്വാസമാണ്. ആ, നമ്മോട് ക്ഷമിച്ചാലോ? അവളെയും അവളുടെ ശരീരത്തെയും ആഗ്രഹിച്ചത് ഞാനാണ്. എന്നിട്ട് അവസാനം അവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഹാ, അതൊക്കെ പിന്നെ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് സംസാരിക്കേണ്ടത് വേറെ കാര്യമാണ്. നീ വന്നാലും. ജ്യേഷ്ഠ, ഇതെന്ത് ക്രൂരതയാണ്! കമലയുമായി കുമാരന്റെ വിവാഹം നടത്താമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? നാം ഇപ്പോൾ പറഞ്ഞു. കുമാരന്റെയും കമലയുടെയും കാര്യം നാം പറയുമ്പോൾ നിങ്ങൾ മൗനമായല്ലേ ഇരിക്കാറ്? നാം മൗനമായിരുന്നാൽ അതിനർത്ഥം നാം ഈ വിവാഹം സമ്മതിച്ചു എന്നതാണോ? പിന്നല്ലാതെ. നമ്മുടെ പുത്രി എത്ര ആഗ്രഹിച്ചതാണെന്നറിയോ കുമാരന് വേലി കഴിക്കാൻ? എന്നിട്ട് അവസാനം ഒരു വേലക്കാരിയെ. നിർത്തൂ മാധുലി, അവളിപ്പോൾ വേലക്കാരിയല്ല, ഈ ചന്ദ്രകാന്തത്തിന്റെ രാജ്ഞിയാണ്. മഹാരുദ്രദേവൻ എന്ന ഞാൻ താലി ചാർത്തിയ എന്റെ പാതി. പക്ഷെ കുമാര, ഞാൻ അവിടെ നിന്ന് ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നിട്ടും. കമല, നാം ഇതുവരെ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഒരു വാഗ്ദാനം ആർക്കും എന്റെ പിതാവ് കൊടുത്തിട്ടുമില്ല. പിന്നെ ചന്ദ്രകാന്തത്തിന്റെ രാജാവായി എനിക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശങ്ങളുണ്ട്. എന്റെ ജീവിത പങ്കാളി ഇവളാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയായിരിക്കും. എന്ത് തന്നെയായാലും ഈ വിവാഹത്തെ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു. നമ്മളോട് പറയാമായിരുന്നു. പെട്ടെന്ന് നടത്തിയ വിവാഹമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞേനെ. മതി, നിങ്ങൾ ചടങ്ങുകളിൽ ഭംഗം വരുത്താതിരിക്കൂ. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. സമ്മതിക്കില്ല ഞാൻ. എനിക്ക് വേണം ആ രാജകുമാരനെ. ഈ കമൽ ഒരാൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കാതിരിക്കില്ല. ജ്യേഷ്ഠ, നമുക്ക് വേണം അവനെ. നിനക്കവനെ വേണമെങ്കിൽ എനിക്ക് അവളെയും വേണം. ഞാൻ ആഗ്രഹിച്ചത് മറ്റാരും സ്വന്തമാക്കണേക്കാൾ മുന്നേ ഞാൻ തന്നെ സ്വന്തമാക്കും. പക്ഷെ അതെങ്ങനെ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. എന്താ പിതാവേ വഴി? പറഞ്ഞു തരൂ. വശീകരണ മന്ത്രപ്പൊടി. ഇന്ന് അവരിരുവരുടെയും ആദ്യരാത്രിയാണ്. താലി കെട്ടിയതുകൊണ്ട് മാത്രം ഭാര്യയാവുന്നില്ല. കിടക്ക പങ്കിട്ട് ശരീരം ഒന്നായാലേ പൂർണ്ണമായും അവരിരുവരും ഭാര്യയും ഭർത്താവുമാകൂ. അത് തടഞ്ഞ് നീയും അവനുമാണ് ഒന്നു ചേരുന്നതെങ്കിൽ കുമാരന് നിന്നെ വേലി കഴിക്കേണ്ടതായി വരും. പ്രേയസിയെ പുറത്താക്കേണ്ടതായും വരും. ഞാനപ്പോ എന്താ ചെയ്യേണ്ടത്? ഈ പൊടി അവരിന്ന് കുടിക്കാൻ പോകുന്ന പാലിൽ കലർത്തണം. കുമാരനെ കൊണ്ട് മാത്രം അത് കുടിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രേയസി എന്ത് ചെയ്യും? പ്രേയസി, അവളെ മാറ്റേണ്ടത് വസുന്ധര നിന്റെ ഉത്തരവാദിത്വമാണ്. കുമാരൻ പള്ളിയറയിൽ കയറുന്നതിന് മുമ്പ് അവളെ പുറത്തിറക്കണം. അതിനുള്ളിൽ നമ്മുടെ മകളെ പ്രേയസിയുടെ വസ്ത്രത്തിൽ ധരിച്ച് കുമാരന്റെ മുറിയിലേക്ക് കടത്തിവിടണം. ആ പാൽ കുടിച്ചതിന് ശേഷം കുമാരന്റെ കണ്ണിൽ അത് പ്രേയസി മാത്രമായിരിക്കും. പിന്നീട് അവൻ എന്താ ചെയ്യാന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ പുറത്താക്കിയ പ്രേയസി എന്ത് ചെയ്യും? അവളുടെ കാര്യം നിങ്ങൾ ആരും നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. സമ്മതിക്കില്ല ഞാൻ. ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ജ്യേഷ്ഠനെതിരെ എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ അതിന് ഞാൻ അനുവദിച്ചു തരും. മിത്രമേ, ഇത് നമ്മുടെ ജ്യേഷ്ഠത്തിയുടെ വസ്ത്രത്തിന്റെ അതേ രൂപമുള്ള വസ്ത്രമാണ്. ഇത് ധരിച്ചു വേണം നീ ജ്യേഷ്ഠന്റെ മുറിയിലിരിക്കാൻ. ആ സുഭദ്ര വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ നീ പിന്നാലെ പോയിരിക്കണം. അല്പസമയം കഴിഞ്ഞ് ഞാൻ തന്നെ നിന്നെ പുറത്തു വിടും. ശരി മിത്രമേ. ഇന്ന ഈ പാൽ അറയിൽ കൊണ്ടുവെക്കേ. ശരി. മകളെ പ്രേയസി, അപ്പോഴത്തെ ദേഷ്യത്തിൽ നാം എന്തൊക്കെയോ പറഞ്ഞു പോയി. ഒരു മകളുടെ വിഷമം കാണാൻ കഴിയാത്ത ഒരു മാതാവിന്റെ വേവലാതിയാണെന്ന് കൂട്ടിയാൽ മതി. ഇന്ന് നിങ്ങൾ ഇരുവരുടെയും ആദ്യരാത്രിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കുറച്ച് ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. മകൾ വന്നാലും ഈ അറയിലേക്ക് മാറിയിരുന്നാലും കുമാരൻ വരുന്നത് വരെ. സഹോദരി, സുഖനിദ്ര നേരുന്നു. മകനെ, ബാക്കി കണക്കുകളെല്ലാം പിന്നെ. ഇപ്പോൾ നീ പ്രേയസിയുടെ അടുത്തേക്ക് ചെന്നാലോ? ശരി പിതാവേ. അമ്മേ, കുമാരൻ പള്ളിയറയിൽ കയറി വാതിലടച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം നീ ചെന്നാൽ മതി. ഈ വസ്ത്രം മര്യാദയ്ക്ക് അണിഞ്ഞ് മുഖം കാണാത്ത രീതിയിൽ വെക്കണം. കുമാരൻ പാല് കുടിച്ചതിന് ശേഷം മാത്രം ഈ മുഖത്തിന്റെ മറവ് മാറ്റാൻ പാടുള്ളൂ. ശരി അമ്മേ. ദേവി, എന്തു പറ്റി? ദേവ, ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് മാത്രം പറയരുത്. പിന്നെ എന്തിനാണ് ഈ കണ്ണുകൾ ഇങ്ങനെ ഈറാൻ അണിയുന്നത്? സന്തോഷം കണ്ട.
ഒരുപാട് ആഗ്രഹിച്ചിട്ട് അതെൻ്റെ കൈക്കുള്ളിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം. പിന്നെ കണ്ടോ, ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇതൊക്കെ ഇടാൻ കഴിയണമെന്ന്. ഇപ്പോ അത് സാധിച്ചു. നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ എന്ത് വേണമെങ്കിലും ഞാൻ കൊണ്ടുതരും. ഇട്ടാലും മതി വരാതെ ഒരുപാട് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ എല്ലാം ഞാൻ നിനക്ക് വാങ്ങിത്തരും. നിന്റെ സന്തോഷം അത് മാത്രമാണ് എന്റെയും സന്തോഷം. വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. ഇതൊന്നുമില്ലെങ്കിലും ഞാൻ സന്തോഷവതിയാണ്. കാരണം നിങ്ങൾ എൻ്റെ കൂടെയില്ലേ. അതെപ്പോഴും നാം കൂടെ ഉണ്ടാകും. മരണത്തിന് മാത്രമേ നമ്മൾ ഇരുവരെയും അകറ്റാൻ സാധിക്കൂ. വേണ്ട, ഇപ്പം മരണത്തെക്കുറിച്ച് പറയണ്ട. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വൈകി വന്നാൽ മാത്രം മതി. അതുവരെ എനിക്ക് ഈ ചൂട് പറ്റി ഒരുപാട് കാലം ജീവിക്കണം. ജീവിതത്തിൽ ഞാനെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റായിട്ടേ ഉള്ളൂ. പക്ഷേ ഞാനെടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും നല്ല തീരുമാനം അത് നീയായിരുന്നു. ദേവ, മതി, എനിക്ക് ലജ്ജ വരുന്നു. എന്നാ ഈ പാൽ കുടിച്ചാലും ആചാരങ്ങളൊന്നും തെറ്റിക്കേണ്ട. ആദ്യം നീ കുടിക്കൂ, എന്നിട്ട് നാം കുടിക്കാം. വേണ്ട, ദേവൻ ആദ്യം കുടിച്ചിട്ട് നാം കുടിച്ചോളാം. ശരി ദേവി, എങ്കിൽ അങ്ങനെ ആവട്ടെ. സമയപ്പോൾ ഒരുപാടായില്ലേ, ഇനി നമുക്ക് കയറി ചെല്ലാം. അയ്യോ മാധുരി, ഇപ്പോൾ ഈ നേരത്തെ എന്താ ഇവിടേക്കാണല്ലോ വരുന്നത്. ഈശ്വര, അമ്മ പ്രേസി, അവൾ ആ മുറിയിൽ കാണും. നീ പോയി കണ്ടാലും. അവളെന്തേ? നിങ്ങളല്ലേ പറഞ്ഞത് അവളെ മുറിയിൽ കാണുമെന്ന്, എന്നിട്ട് അവളെ കണ്ടില്ലല്ലോ. നാം അവളെ ആ മുറിയിലാക്കിയതാണ്. ഒരുപക്ഷെ ആരെങ്കിലും തുറന്നു വിട്ട് കാണും. ഓ, നാം അവളെ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇന്നെനിക്ക് അവളെ വേണം. പുത്ര, നീ ശാന്തനാകൂ. ഇന്നത്തോടു കൂടി കുമാരന് അവളെ സ്വന്തമാക്കാൻ പറ്റാതെയാവും. അതോടെ അവൾക്ക് ഇവിടെ നിന്ന് പോകേണ്ടതായി വരും. അപ്പോൾ നിനക്ക് അവളെ സ്വന്തമാക്കാം. ഈ രാജ്യം വിട്ട് അവൾ എവിടേക്കും പോകില്ല. എങ്കിൽ നന്ന്. എങ്കിൽ നാം പോയി കമ്മലയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അവിടെ എന്തായെന്ന് അറിയണമല്ലോ. അവൾ നമ്മുടെ മകൾ തന്നെ. നോക്കി നിന്നാലും അല്പസമയത്തിനുള്ളിൽ നമ്മുടെ മകൾ കമല കുമാരന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരും. പ്രേയസി, അപ്പോൾ നമ്മുടെ മകൾ കമല എന്തേ? വസുന്ധരാദേവി പ്രണാമം. എന്ത് വേണം? റാണി കുമാരി കമലാദേവി അവിടെ ബോധരഹിതയായി കിടക്കുന്നു. അയ്യോ, എന്റെ മകൾ! ഇതെങ്ങനെയാ കമല സംഭവിച്ചത്? അത് നാം കുമാരന്റെ പള്ളിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ മാധുലി വരുന്നുണ്ടായിരുന്നു. പേടിച്ച് പിന്നിലോട്ട് മാറിയതാ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പടി നാം കണ്ടില്ല. ഒന്നും നടന്നില്ല. ഇപ്പോൾ അവൾ അവന്റേതായി കഴിഞ്ഞിരിക്കുന്നു. എന്ത് നേടി ഇപ്പോൾ നമ്മൾ? ഇതാരോ നമ്മളെ ഒറ്റിയതാണ്. ഏതോ ചാരൻ നമ്മൾ അറിയാതെ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്.
അത് നാം തന്നെ, അനന്തലക്ഷ്മി. നീ ഒരുപാട് ക്ഷീണിച്ചു പോയിരിക്കുന്നു പ്രേയസി. ഭക്ഷണം നല്ലവണ്ണം സേവിക്കണം. അയ്യോ റാണിയമ്മേ, നാം ഇത്രയൊന്നും കഴിക്കാറില്ല. റാണിയമ്മയോ? രുദ്രന് ഞാൻ അമ്മയാണ്, അപ്പോൾ നിനക്കും അതുപോലെ തന്നെ. ഭക്ഷണത്തിന് മുന്നിൽ കണ്ണീരോടെ ഇരിക്കരുത്. മര്യാദയ്ക്ക് വയറ് പൊട്ടുന്നത് വരെ കഴിച്ചാലും വേഗമാവട്ടെ. പുത്ര രുദ്ര, നിന്റെ അമ്മ പ്രേയസിക്ക് ഭക്ഷണം കൊടുത്ത് കൊല്ലും. കണ്ടോ കണ്ടോ, വേറെ മകൾ വന്നപ്പോൾ ഇപ്പൊ എനിക്ക് ഭക്ഷണം തരുന്നില്ല. ഇത്രയും ദിവസം നാം നിനക്ക് തന്നതാണ്, ഇനി സ്വന്തമായി എടുത്ത് കഴിക്കൂ. കണ്ടോ കണ്ടോ, ദുഷ്ടത്തെ അമ്മ സ്വഭാവം മാറ്റുന്നത് നോക്ക്. ദേവി, വന്നാലും. എവിടേക്കാ? അന്ന് നാം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ചിത്രത്തെക്കുറിച്ച്. അത് പൂർണ്ണമായ ദിവസം ഞാൻ ചാർത്തിയ സിന്ദൂരം നിന്റെ നെറുകയിലുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു. അതിനർത്ഥം ആ ചിത്രം വരച്ചു കഴിഞ്ഞു എന്നാണോ? പിന്നല്ലാതെ. അയ്യോ, എങ്കിൽ അത് കാണിക്കൂ. ഇത് പണ്ട് കൊട്ടാരവാസികൾ നൃത്തം ചെയ്യുമ്പോൾ അതിനൊരു ഭാഗത്ത് ഒളിഞ്ഞു നിന്ന് ആ നൃത്തം കണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ഓർക്കുന്നു. അവൾക്ക് ആ ചിലങ്കയിടാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ആ കുമാരൻ അവളുടെ അടുത്ത് വന്ന് ചിലങ്ക വേണോ എന്ന് ചോദിച്ചു. അവൾ വേണമെന്ന് തലയാട്ടി. അപ്പോൾ ആ കുമാരൻ അവൾക്കൊരു വാക്ക് കൊടുത്തു. വളർന്നു വലുതായി നിന്നെ നാം കല്യാണം കഴിക്കും. അന്ന് നിനക്ക് വളരെ മനോഹരമായ ഒരു ചിലങ്ക ഞാൻ വാങ്ങിച്ചു തരും. അപ്പോൾ എന്റെ മുമ്പിൽ അതിട്ട് നീ നൃത്തം ചെയ്യണം. അന്ന് നീ തലയാട്ടി അത് സമ്മതിച്ചതുമാണ്. ദേവ, അത് ഒത്തിരി കാലങ്ങൾക്ക് മുൻപല്ലേ. ഇപ്പോൾ എനിക്കതൊന്നും ഓർമ്മയില്ല. മനുഷ്യനേറെ ആഗ്രഹിച്ച് പഠിക്കുന്നൊന്ന് മറക്കില്ല. അപ്പോൾ നീ ആ നൃത്തവും മറക്കില്ല. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതണിഞ്ഞ് നീ എനിക്ക് വേണ്ടി നൃത്തം ചെയ്യണം. കുമാര, ഇത് എന്ത് ഭംഗിയാ കാണാൻ. അതണിയുന്ന ആളും അത്രമാത്രം സുന്ദരിയുമാണ്. എനിക്ക് വേണ്ടി നീ നൃത്തം ചെയ്യില്ലേ? തീർച്ചയായും. ദേവി, ദേവി ഇവിടെ ഉണ്ടായിരുന്നോ? നാം നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു. ദേവ, എന്തു പറ്റി? അത് ദേവി, എന്തു പറ്റി? അവിടെ ആരുള്ളതുപോലെ. അർജുന, പ്രഭു, കൽപ്പന. അപായമണി മുഴക്കൂ. കൊട്ടാരത്തെ ആരോ വലയം ചെയ്തിട്ടുണ്ട്. കൽപ്പന പോലെ പ്രഭു. പ്രഭു, ചാവേർ രാജ്യത്തു നിന്നും ഒരു പട വന്നിട്ടുണ്ട്. ഒളിയുദ്ധമാണ് അവരുടെ ലക്ഷ്യം. പ്രേയസി, അമ്മേ, സഹോദരി, നാം പറയാതെ ആരും ഇതിന് വെളിയിൽ ഇറങ്ങരുത്. ദേവ, ഭയപ്പെടാതിരിക്കൂ ദേവി. ഈ രാജ്യത്തിന്റെ സംരക്ഷണം എന്റെ കൈകളിലാണ്. എനിക്കവരെ രക്ഷിച്ചേ പറ്റൂ. യുദ്ധനിയമ രീതി അനുസരിച്ച് ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അറിയിപ്പ് നൽകണം. ചാവേർ രാജാവിനെ ഭരണമെന്ന് അറിഞ്ഞുകൂടെ?
ചാവേർ രാജാവ് ചന്ദ്രകാന്തത്തിലെ രാജാവിന് അറിയിപ്പ് തന്നതാണ്. ആ അറിയിപ്പ് ഈ കൊട്ടാരത്തിലെ കുമ്മരം വീരേന്ദ്രദേവന് നൽകിയതുമാണ്. പുറത്ത് കടന്നാലും ഇനി നിന്നെ നമ്മുടെ കൊട്ടാരത്തിലോ ഈ രാജ്യത്തിലോ കണ്ടുപോകരുത്. നീ കാരണം നമ്മുടെ പടയാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി മാതുലി എന്ന സ്ഥാനം പറഞ്ഞ് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഈ രാജ്യത്തിൽ കയറി പോകരുത്. ചന്ദ്രകാന്തം മഹാരാജാവ് മഹാരുദ്രവീരനായ നമ്മുടെ രാജശാസനയാണിത്. മകനെ രുദ്ര, ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? പിതാവേ, ചാവേർ രാജാവിന്റെ പടകൾ ഇപ്പോൾ തന്നെ നമുക്കെതിരെ തിരഞ്ഞു കാണും. അവർ ഈ മണ്ണിൽ നാം കാലുകുത്തിക്കില്ല. അതിനു മുന്നേ നമ്മുടെ പട ഇറങ്ങണം. ആ രാജ്യത്തെ നാം സ്വന്തമാക്കണം. പുത്ര, അപ്പോൾ നീ? അതെ അമ്മേ, നമുക്ക് യുദ്ധത്തിന് ഇറങ്ങണം. ദേവി, എന്തിനെങ്ങനെ കണ്ണീർ പൊഴിക്കുന്നത്? നമുക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നുന്നു. അതെന്താ, ഈ യുദ്ധത്തിൽ നാം തോൽക്കുമെന്നോ? ഒരിക്കലുമില്ല. ഈ യുദ്ധത്തിൽ ദേവൻ തന്നെ വിജയിക്കും. പിന്നെ എന്തിനാണ് ഈ ഭയം? അത് നമുക്കറിയില്ല. ദേവി, അവിടുന്ന് നമ്മെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണോ പറഞ്ഞയക്കുന്നത്? കരയാതിരുന്നാലോ? എന്നിട്ട് നമ്മളെ സന്തോഷത്തോടു കൂടി പറഞ്ഞയക്കൂ. ശരി ദേവ. पहली तारीख है दूर का एक मैसरा और तेरा है दूसरा जुड़ सके बीच में नई तड़पना. നാം ഇറങ്ങുകയാണ്. വിജയ് ഭവ പുത്ര. വിജയ് ഭവ. വിജയ് ഭവ ജ്യേഷ്ഠ. വിജയ് ഭവ. മകൾ പ്രേസിക്ക് എന്താണ് സംഭവിച്ചത്? റാണി, ഭയപ്പെടാതിരുന്നാലും കൊട്ടാരത്തിന്റെ ഭാവി രാജാവ് ജന്മമെടുക്കുന്നതിന്റെ സൂചനയാണിത്. രാജ്ഞി ഒരമ്മയാകാൻ പോകുന്നു. ശരിക്കാണ് വൈദ്യരെ? നമ്മുടെ ചികിത്സ കള്ളം പറയാറില്ല കുമാരി. സഹോദരി, ജ്യേഷ്ഠ മുതൽ ഒത്തിരി സന്തോഷിക്കും. ഇത്രയും മനോഹരമായ സമ്മാനമാണ് കാത്തുവെച്ചിരിക്കുന്നതെന്ന് ജ്യേഷ്ഠൻ അറിഞ്ഞാൽ ഒരുപാട് ആനന്ദിക്കും. വരൂ വരൂ, ഇനി ജ്യേഷ്ഠത്തെ നാം ശുശ്രൂഷിക്കും. രാജ്ഞി, മിത്രമേ, ഒരുപാട് തവണ നാം പറഞ്ഞിട്ടുണ്ട് നമ്മെ രാജ്ഞി എന്ന് വിളിക്കരുതെന്ന്. നാം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നത് മറ്റാരെങ്കിലും കേട്ടാലോ? കേട്ടാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരിയെങ്കിൽ എന്നാൽ നമ്മുടെ മിത്രം പറയൂ, എന്താണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? പ്രേസി, പറയൂ. ദൈവം പോയിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതുവരെ ഒന്ന് കാണാൻ പോലും സാധിച്ചിട്ടില്ല. നമ്മുടെ ഉദരം ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇരുവരും പിതാവും മാതാവും ആവാൻ പോകുന്ന വാർത്ത ഇതുവരെ അറിയിക്കാനും സാധിച്ചിട്ടില്ല. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയം. എന്നുവെച്ചാൽ ദേവനെന്തെങ്കിലും പറ്റിക്കാണുമെന്ന് കരുതിയോ? ഇല്ല, ദേവനൊന്നും പറ്റില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തെക്കാൾ വലിയ യോദ്ധാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. പക്ഷേ വേറെ എന്തൊക്കെയോ ഒരു ഭയം. പ്രേസി, നീ ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടം വിടും. നിന്റെ ദേവനും കൊണ്ട് മടങ്ങി വരും. നിന്റെ കൽപ്പന എന്താണോ അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിനുള്ള അധികാരവും പദവിയും നിനക്ക് ഇപ്പോഴുണ്ട്. നീയൊന്ന് പറഞ്ഞാൽ മാത്രം മതി. പക്ഷേ അത്... സഹോദരി, കുമാരി വരുന്നുണ്ട്. നാം ഇവിടെ നിന്ന് മാറുകയാണ്. ശരി മിത്രമേ. സഹോദരി, എന്തു പറ്റിയാനെന്താ? എന്താണ് അവിടെ നിന്ന് പറ്റിയത്? മുഖമെല്ലാം മൂകമായിരിക്കുന്നു. അതൊന്നുമില്ല. ഒന്നുമില്ലെന്ന് നമ്മോട് കള്ളം പറയണ്ട, നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈ മൂകതയെല്ലാം മാറ്റാൻ നമ്മുടെ പക്കലൊരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് അമ്പലം ദർശിക്കാം. അവിടെ ചെന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ തീരാത്ത ഒരു ദുഃഖങ്ങളും ഇല്ല. അമ്പലമോ? അതെ. ശരിയെങ്കിൽ
എന്നെ വിട്ടാലും. ഇവിടെ വാടി, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഒരുപാടായി നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതോട്ട് കൂടി നീ എന്റെ മാത്രമാവണം. ജ്യേഷ്ഠത്തി, വീരേന്ദ്ര വിടൂ നമ്മുടെ ജ്യേഷ്ഠത്തിയെ. ആറ് നിൽക്കടി. വിടൂ, നമ്മെ വിട്ടാലും. അർജുനവർമ്മ നമ്മുടെ ജ്യേഷ്ഠത്തി. പ്രേസയ്ക്ക് എന്താ സംഭവിച്ചത് കുമാരി? ആ വീരേന്ദ്രൻ കൊണ്ടുപോകുന്നു. ഭടന്മാരെ, നമ്മുടെ രാജ്ഞിയെ രക്ഷിച്ചാലും. ഞങ്ങളോട് ക്ഷമിച്ചാലും കുമാരി, വീരേന്ദ്രദേവന്റെ പട വലുതായിരുന്നു. നമുക്ക് രാജ്ഞിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും കുമാരൻ കൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെന്നാലും. അപ്പോൾ നിങ്ങളോ അർജുനവർമ്മ? നാം രാജാവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ യുദ്ധം തീർന്നു കാണില്ല. ഈ ലോകത്ത് പ്രേയസിക്കാൾ വലുതായി രാജാവിന് മറ്റൊന്നുമില്ല. പ്രേയസിക്ക് വേണ്ടി എന്തു യുദ്ധത്തെ ഇല്ലാതാക്കി രാജാവ് വരും. അതുകൊണ്ട് ഇനി സമയം കളയാനില്ല, നാം മടങ്ങുകയാണ്. ഇവിടെ കിടക്കടി. പുത്ര, ഇവളെവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്ത് കാര്യം? ഗർഭിണിയായതുകൊണ്ട് തന്നെ അവളുടെ കുഞ്ഞിനെ നശിപ്പിച്ചാൽ അവളെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിനെ നശിപ്പിക്കണ്ട. അത് ജനിച്ച ദിവസം തന്നെ അതിന്റെ കഴുത്ത് ഞെരിച്ചതിനെ കൊല്ലണം, അതും അവളുടെ മുമ്പിൽ വെച്ച് തന്നെ. എന്നിട്ട് എനിക്ക് അവളെ സ്വന്തമാക്കാൻ സാധിക്കും. അവൻ്റെ ഒന്നും അവളുടെ ദേഹത്ത് വേണ്ട. അവൻ്റെ താടിയും സിന്ദൂരവും അവൻ്റെ കുഞ്ഞും ഒന്നും തന്നെ അവളുടെ ദേഹത്ത് പാടില്ല. എന്നിട്ട് എനിക്ക് അവളെ ആസ്വദിക്കണം. അവളുടെ മരണം വരെ ഞാൻ അവളെ ആസ്വദിക്കും. അപ്പോൾ അവളുടെ ഭർത്താവ് വന്നാലോ? വരില്ല. അവനെ കൊല്ലാനുള്ള പദ്ധതിയെല്ലാം ഞാൻ നേരത്തെ തയ്യാറാക്കിയതാണ്. ചാവേറുമായുള്ള യുദ്ധത്തിൽ അവൻ മരിച്ചു വീഴും. എന്താ, പേടിച്ചു പോയോ? പേടിക്കണ്ട, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ തല നിനക്ക് ഞാൻ സമർപ്പിക്കും. പേടി നമുക്ക് എന്തിന്റെ പേര്? നമ്മുടെ ദേവനിൽ നമുക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം വരും, നിന്നെ തേടി വരും. സ്വപ്നം കാണുകയാണോ? കാണും, ഒത്തിരി ഇരുന്ന് കാണും. ചാവേർ രാജയുദ്ധം ജയിച്ചു വന്ന മഹാരാജാവിന് ജയ് ഹോ, ജയ് ഹോ. അർജുന, നമ്മുടെ ദേവി എവിടെയാണുള്ളത്? വീരേന്ദ്രന്റെ കൊട്ടാരത്തിൽ തന്നെയുണ്ട്. പടയെ തയ്യാറാക്കൂ, നമുക്കിപ്പോൾ തന്നെ ഇറക്കണം. ശരി പ്രഭു. രാജാവേ വീരേന്ദ്രദേവ, ചന്ദ്രകാന്തത്തിലെ രാജാവ് പടയുമായി വന്നിരിക്കുന്നു. അതെങ്ങനെ സാധിക്കും? അവനെ കൊല്ലാനുള്ള പദ്ധതി നാം ഇട്ടതാണല്ലോ. എന്തിനാണ് നീ ചിരിക്കുന്നത് പ്രേയസി? നീ എന്തൊരു മൂടനും വിഡ്ഢിയുമാണ്. യോദ്ധാക്കന്മാരുടെ യോദ്ധാവാണ് എന്റെ ദേവൻ. നീ വിട്ട് ഏത് പടയെയും തലക്ഷണം ഇല്ലാതാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും. നമ്മുടെ പടയെല്ലാം ഇറക്കി വിട്ടാലും ആജ്ഞ പോലെ പ്രഭു. നീ നമ്മുടെ കൂടെ വന്നാലും. വിടൂ നമ്മെ. അച്ഛാ, അവരെ കൊണ്ട് ഹോമകുണ്ഡം തയ്യാറാക്കിപ്പിക്കൂ. ശരി മകനെ. വീരേന്ദ്രദേവ, നമ്മുടെ ദേവിയെ വെറുതെ വിട്ടാലും നീ ഇല്ലെങ്കിൽ നിന്റെ അവസാനം നമ്മുടെ കൈ കൊണ്ടായിരിക്കും. നമുക്ക് സ്വന്തമാവാത്ത ഒന്നിനെയും മറ്റാരെ കൊണ്ട് സ്വന്തമാക്കാൻ നാം അനുവദിക്കാറില്ല. പിതാവേ, അഗ്നി തെളിയിച്ചാലും. ശരി മകരെ. നിർത്തൂ വീരേന്ദ്ര, അവളെ ഒന്നും ചെയ്യരുത്. ദേവി, ഇല്ല, അനുവദിക്കില്ല.
വീരേന്ദ്ര, ഞാൻ ചാരമായാലും വീണ്ടും പടർന്നുയരാൻ കഴിയുന്ന ഒരു അഗ്നിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അടങ്ങില്ല. നമ്മുടെ ദേവനെ, നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കി നിന്നോട് നാം പകരം വീട്ടിയിരിക്കും. അപ്പൊ അവര് ചത്തോ? ഓ, ഒന്ന് മിണ്ടാതിരിക്കേ. അവന്റെ കാമശമനത്തിന് വേണ്ടിയും രാജപദവിക്ക് വേണ്ടിയും അന്നവൻ ചുട്ടരിച്ചത് ജീവിക്കാൻ കുറിച്ച 3 ജീവിതങ്ങളെയാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും പുനർജന്മമെടുത്ത് വന്നത്. വലിയ തിരുമേനി പറഞ്ഞതുപോലെ ഇത് പുനർജന്മമാണെങ്കിൽ ദേവിയുടെ പുനർജന്മമാണോ ഭദ്ര? അതെ. അപ്പോ ആദിയാണോ ദേവൻ? അവൾക്ക് അവളുടെ ദേവനെ തന്നെയാണ് പുനർജന്മത്തിലും സ്വന്തമാക്കാൻ സാധിച്ചത്. അപ്പോ ആദിക്കും ഇതിനും എന്താ ബന്ധം? പറയാം, കാരണം കഥ ഞാൻ മുഴുവനും പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ.